മാജിക് മഷ്റൂംസ് എന്ന സിനിമ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ്. നിങ്ങൾ കട്ടപ്പനയിൽ ഋത്തിക് റോഷൻ പോലൊരു ഐക്കോണിക് സാധനം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ആക്ച്വലി അത് പറയണോ വേണ്ടയോ എന്നുള്ളത് പലവട്ടം ഞങ്ങൾ ഡിസ്കസ് ചെയ്ത കാര്യവുമാണ്. വിഷ്ണുവേട്ടൻ ഇതിനിടയിൽ നിർമ്മാതാവായില്ലേ? എനിക്കതിനായിട്ടുള്ള ഒരുപാട് ഉത്തരങ്ങളുണ്ട് എൻ്റെ കയ്യിൽ. ദീപകിന്റെ ആത്മഹത്യയെ ബന്ധപ്പെട്ട് നിങ്ങൾ അവസാനം ഇറക്കിയ ഒരു ടീസറിൽ പോലും ആ ഒരു ബസ് സീൻ ഇക്കടെ പ്രതികരണം ആ രീതിയിലാവാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ്. പെട്ടെന്നൊരു വീഡിയോ പ്രത്യക്ഷപ്പെടുന്നു. വിഷ്ണു ഉണ്ണികൃഷ്ണൻ 28 മിനിറ്റ് ഒരു ഷർട്ടെങ്കിലും ഇട്ടുകൊണ്ടോ എന്നൊക്കെ പറഞ്ഞ് കമന്റ് വന്നിട്ടുണ്ട്. മാജിക് മഷ്റൂംസ് എന്ന സിനിമ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ്. കുടുംബ പ്രേക്ഷകർ സ്വീകരിക്കുകയാണ്. പല തിയേറ്റർ റെസ്പോൺസുകൾ വരുമ്പോൾ പോലും സന്തോഷകരമായ മുഖത്തോടു കൂടിയാണ് പ്രേക്ഷകർ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അത് ആ ഒരു കാഴ്ച കാണുമ്പോൾ പ്രേക്ഷകർ എന്ന രീതിയിൽ നമുക്ക് സന്തോഷമുണ്ട്. അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ, സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ എന്നോടൊപ്പം ചിത്രത്തിലെ നായകനായ വിഷ്ണു ഉണ്ണികൃഷ്ണൻ തന്നെയാണ് ചേരുന്നത്. നമസ്കാരം വിഷ്ണുവേട്ടാ. നമസ്കാരം. കുറേ നാളായി കണ്ടിട്ട്, കുറേ നാൾക്ക് ശേഷമാണ് കാണുന്നത്. അത് കാണുന്നതിൽ ഒരു സന്തോഷം, നമ്മളൊരു എന്താ പറയുക, ഒരു സക്സസ് എന്ന രീതിയിൽ ആഘോഷിക്കാൻ കഴിയുന്ന ഒരു സിനിമ മാജിക് മഷ്റൂംസ് തിയേറ്ററിൽ വരുന്നു. നിങ്ങൾ തമ്മിലൊരു കോമ്പിനേഷൻ, ആദർശ വിഷ്ണു ഉണ്ണികൃഷ്ണൻ കോമ്പിനേഷൻ ആഫ്റ്റർ കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ. എനിക്ക് നമ്മൾ മാജിക് മഷ്റൂംസിലേക്ക് വരാം. പക്ഷേ ഈ പടത്തെ പറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ കോമ്പിനേഷനെ പറ്റി എനിക്ക് ആദ്യം ഞാൻ കാണുന്നത് മനോരമ പത്രത്തിലൊരു ആഡാണ്. ദിലീപും നാദർശയും കൂടി ചേർന്നൊരു 100 രൂപ നോട്ട് കൈ പിടിച്ചിട്ട് പറയുന്നൊരു വാചകമുണ്ട്. നിങ്ങളുടെ ചിരിയുടെ വില ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് ഈ 100 രൂപ നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്ന് പറഞ്ഞിട്ടൊരു ആഡാണ്. അതായത് ഈ നോട്ട് നിരോധനം വന്ന സമയമാണല്ലോ ആ ഒരു സമയം എന്ന് പറയുന്നത്. ആ ചിരി തന്നെ ആയിരിക്കുമല്ലോ ഇതിൻ്റെയും USB. ആ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ഹ്യൂമർ എത്ര മാറിയിട്ടുണ്ട് ഈ സിനിമ കൊണ്ടുവരുന്ന സമയത്തും ഇത് പിച്ച് ചെയ്യുമ്പോഴേയും? ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഹ്യൂമർ മാറ്റങ്ങൾ ഈ മാജിക് മഷ്റൂംസിൽ എത്രമാത്രം മാറിയിട്ടുണ്ട്? ഒന്നാമത്തെ കാര്യം, ഇത് നമ്മൾ എഴുതിയ സിനിമയല്ല. ഇതിന്റെ റൈറ്റർ ആകാശ് ദേവ് എന്ന് പറയുന്ന പുതിയൊരു റൈറ്ററാണ്. അപ്പോൾ ആകാശ് ഒരു ജെൻസി പയ്യനാണ്. അപ്പോൾ അവൻ എഴുതിയ ഒരു സബ്ജക്റ്റ് എൻ്റെ അടുത്ത് ഒന്ന് പറയുകയാണ് ചെയ്തത്. അപ്പോൾ അവരുടെ കാലഘട്ടത്തിലുള്ള അവരുടെ വൈബിലുള്ള ഹ്യൂമറും കാര്യങ്ങളാണ് ഈ സിനിമയിലുള്ളത്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഇക്കായിട്ടൊന്ന് കണക്ട് ചെയ്തതാണ്. ആകാശിനെ എന്നെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആകാശിൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞതും. പക്ഷെ അതിങ്ങനെ പ്രൊജക്റ്റായിട്ട് ഓണാവുന്നുണ്ടായില്ല. ഒരു പ്രൊഡക്ഷനും ഒക്കെ വരണമല്ലോ. പുതിയൊരാൾക്ക് ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വലിയ ടാസ്ക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇക്കനെ നമുക്കൊന്ന് കേൾപ്പിച്ച് നോക്കാം എന്ന് പറഞ്ഞ് ആകാശ് ഇക്കടുത്ത് കഥ പറഞ്ഞപ്പോൾ ഇക്കൊക്കെ ഭയങ്കര വർക്കായി. ഇക്ക വായിക്കുകയാണ് ചെയ്തത്. സ്ക്രിപ്റ്റ് വായിച്ചതോടുകൂടി ഇക്ക അന്ന് തന്നെ എന്നെ വിളിച്ചു, എടാ ഇത് നല്ല രസമുണ്ടല്ലോ, എനിക്ക് ഭയങ്കര വർക്കായി പരിപാടി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നായിക്ക പിടിച്ചാലോ? അപ്പോൾ ഉറപ്പായിട്ടും ഇങ്ങനൊരു സാധനം നമുക്ക് പിടിക്കേണ്ടതെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അങ്ങനെയാണ് ഈ പ്രൊജക്റ്റ് ഓണാവുന്നതും. പിന്നെ ഇക്കയുടെ വക ഉള്ള ഇൻപുട്ടുകളും ഒബ്വിയസ്ലി ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ സിനിമ, അതേപോലെ പ്രേക്ഷകരുടെ കാഴ്ചപ്പാട്, ആസ്വാദനം, ഇതെല്ലാം മാറിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നമ്മളും മാറണമല്ലോ. നാടോടുമ്പോൾ നടുവേ ഓടണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ ഉറപ്പായിട്ടും ഈ സിനിമയിലുണ്ട്. നമ്മളെ ടീസർ വന്നപ്പോഴാണെങ്കിലും ട്രെയിലർ വന്നപ്പോഴാണെങ്കിലും അത് ചെറിയ രീതിയിലെങ്കിലും അതിലൂടെ മനസ്സിലാവുന്നുണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അല്ല, പക്ഷെ നിങ്ങൾ കട്ടപ്പനയിൽ ഋത്തിക് റോഷൻ പോലൊരു ഐക്കോണിക് സാധനം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇപ്പം വിഷ്ണുവേട്ടനാണ് എഴുതിയതും ബിബിൻ ചേട്ടനും ഉണ്ട്. നിങ്ങൾ എഴുതിയതാണെങ്കിൽ പോലും നിങ്ങൾ തമ്മിലൊരു കോമ്പിനേഷൻ, ഇപ്പം ഇതിൻ്റെ ട്രെയിലറിൽ പോലും നിങ്ങളുടെ കോമ്പിനേഷൻസ് ബാക്ക് ആഫ്റ്റർ കട്ടപ്പന ഋത്തിക് റോഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നത് തന്നെ. അപ്പം പ്രേക്ഷകർ അങ്ങനെയാണല്ലോ സ്വീകരിക്കുന്നത്. അപ്പം ആ ഒരു ഐക്കോണിക് സാധനം സെറ്റ് ചെയ്യുമ്പോൾ അടുത്തത് നിങ്ങൾ ഒന്നിക്കുമ്പോഴേക്കും അതിൻ്റെ ഒരു ഇരട്ടിയിലേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഓഡിയൻസിൻ്റെ എക്സ്പെക്ടേഷൻസ് അതായിരിക്കും എന്നൊരു ബാരിയർ ഉണ്ടായിരുന്നു മനസ്സിൽ. തീർച്ചയായിട്ടും അതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയും ഏറ്റവും വലിയ ഭാരവും. ആക്ച്വലി അത് പറയണോ വേണ്ടയോ എന്നുള്ളത് പലവട്ടം ഞങ്ങൾ ഡിസ്കസ് ചെയ്ത കാര്യവുമാണ്. കാരണം കട്ടപ്പന വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഒരിക്കലും ഈ സിനിമ. കാരണം ഇത് വേറെ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് വേറൊരു സിനിമയാണ്. വേറൊരു പശ്ചാത്തലത്തിൽ, വേറൊരു കഥാ സാഹചര്യത്തിൽ നടക്കുന്നൊരു കഥയും കഥാപാത്രങ്ങളൊക്കെ വേറെയാണ്. ഒരു ഇടുക്കി പരിപാടി ഉണ്ടെന്നുള്ളൂ. സ്ലാങ് വൈസ് അതിലെല്ലാവരും ഇടുക്കി സ്ലാങ്ങിലാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ് ആകെ കട്ടപ്പനയായിട്ടുള്ളൊരു ഇത്. പിന്നെ നമ്മുടെ ഇങ്ങനൊരു സക്സസ് ആയൊരു സിനിമയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കിടക്കുകയാണ് ഞാനും ഇക്കയും ഒരുമിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത്ര ഹ്യൂമർ ഇതിൽ നമുക്ക് വേണം എന്നുള്ളൊരു അതും നമ്മൾ ആദ്യമേ ഒരു തോട്ട് അങ്ങനെ ഒരു തോട്ട് നമുക്കുണ്ട്. നമ്മൾ അത് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യണത് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അന്ന് അങ്ങനെ പറഞ്ഞാലല്ലേ ഇതിനൊരു ആൾക്കാർക്ക് കാണാനും ഒരു കൗതുകമുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അത് തന്നെ പുഷ് ചെയ്ത് നമ്മൾ ഇതിന് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം അതാണ്. ആക്ച്വലി ഇതല്ലാത്തൊരു ലെയർ ഈ സിനിമയിൽ വളരെ ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട്. ഇതൊരു ലവ് സ്റ്റോറിയാണ് ആക്ച്വലി. ഇൻട്രോവേർട്ടായ രണ്ടാൾക്കാരുടെ പ്രണയവും
അവരുടെ ഫാൻറ്റസി ഒരു മാജിക്കൽ റിയലിസം ലൈനിലൊക്കെ ഈ സിനിമ പോകുന്നുണ്ട്. അപ്പൊ ഹരി ഇന്ന് സിനിമ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. പടം കണ്ടിട്ടാണെങ്കിൽ കുറച്ചുകൂടി മനസ്സിലാവും പറയാനുണ്ടായാന് ഹരിക്ക്. അതെ. അപ്പം ഇങ്ങനെ ഒരു ബാരിയർ. അപ്പം ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഓരോ തവണയും ഇപ്പം വിഷ്ണു ഏട്ടൻ എഴുതുന്ന സ്ക്രിപ്റ്റിന് നിങ്ങൾക്ക് അതിൻ്റെ മീറ്റർ അറിയായിരിക്കും. ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് സലീം കുമാർ എഴുതുന്ന സ്ക്രിപ്റ്റൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞ് സലീമേട്ടൻ്റെ ശൈലിയിൽ സംസാരിച്ചത് എഴുതുന്നെന്ന് പറയാറുണ്ടല്ലോ. നിങ്ങൾ സ്ക്രിപ്റ്റ് വേണ്ടി എഴുതുമ്പോൾ പുള്ളിയുടെ മീറ്ററിൽ എഴുതുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ മറ്റൊരാളുടെ സ്ക്രിപ്റ്റ് നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് നമ്മളതിനകത്ത് ഹ്യൂമർ ആഡ് ചെയ്യുന്നതിൻ്റെ ഇൻപുട്സ് എത്രമാത്രം ഉണ്ടെന്നും അറിഞ്ഞാൽ കൊള്ളുന്നുണ്ട്. ബിക്കോസ് നമ്മളും ഇതേ ജോണറിലാണ് നമ്മളും സ്ക്രിപ്റ്റ് എഴുതുന്നത്. നമ്മൾ എഴുതുമ്പോൾ ചിലപ്പോൾ 2-3 സീൻസിൽ കുറച്ചുകൂടെ ആഡ് ചെയ്യാം. കാരണം നമുക്ക് ചില ആർട്ടിസ്റ്റുകളെ പരിചയമുണ്ട്. മറ്റൊരാളുടെ സ്ക്രീൻ പ്ലേ എടുക്കുന്ന സമയത്ത് നിങ്ങൾ എത്രമാത്രം ഹ്യൂമർ അതിനകത്ത് ആഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്? നമുക്ക് എന്താ പറയുക, ആ കഥാപാത്രത്തിന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ പറയാവുള്ളൂ എന്നാണ്. ഹ്യൂമർ ആഡ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും എല്ലാം കൊണ്ട് നമുക്ക് എന്തായാലും വെക്കാൻ പറ്റില്ല. അതിപ്പോൾ ഞങ്ങളുടെ സ്ക്രിപ്റ്റിലാണെങ്കിൽ തന്നെ ഞങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ ഇത് നല്ല തമാശയാണെന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിലും അതെല്ലാം കൂടി നമുക്ക് ഒരിക്കലും ഒരു സിനിമയിൽ കൊണ്ടുവന്ന് വെക്കാൻ പറ്റും. ആ സിനിമയിൽ ഉള്ള സാഹചര്യങ്ങളിൽ ഉള്ള കഥാപാത്രങ്ങൾക്ക് പറയാൻ പറ്റുന്ന തമാശകൾ മാത്രമല്ലേ അതിൽ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ അഭിനയിക്കാൻ ചെല്ലുന്ന സിനിമയിലാണെങ്കിലും അതിൽ ഈ സിറ്റുവേഷനിൽ ഇത് പറഞ്ഞാൽ ചിലപ്പോൾ നന്നായിരിക്കും എന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ സജസ്റ്റ് ചെയ്യും. അപ്പോൾ അത് റൈറ്റർക്കും ഡയറക്ടർക്കും കൂടി ഓക്കെ ആവണം. അവർ കൺസീവ് ചെയ്തേക്കുന്നത് വെച്ചിട്ട് ഇല്ല ഇത് ഇവിടെ പറഞ്ഞാൽ ശരിയാവില്ല എന്നാണെങ്കിൽ ഒരിക്കലും അത് ഉൾപ്പെടുത്തില്ല. നമ്മൾ ജസ്റ്റ് സജസ്റ്റ് ചെയ്യാനേ നിൽക്കാറുള്ളൂ, അല്ലാതെ ഇത് വേണം നമുക്ക് ഒരിക്കലും പറയാം. നമ്മൾ റൈറ്ററും കൂടി ആയതുകൊണ്ട് നമ്മൾ ഒരിക്കലും അത് നമ്മളുടെ സിനിമകളിൽ വേറെ ഒരാളങ്ങനെ പറഞ്ഞാൽ നമുക്കൊരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യത്തിന് വേണ്ടി വേറെ ആരും വാശി പിടിച്ചാൽ നമുക്ക് നല്ലതാണെങ്കിൽ ഉറപ്പായിട്ട് എടുക്കുമല്ലോ. കാരണം ഇത് ആരും വേറെ വാശി കാണിക്കാനോ ഇതിനൊന്നും വേണ്ടി എല്ലാവരും പറയും അത്രേ ഉള്ളൂ. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇത് നന്നാവുക എന്നുള്ളതുള്ളൂ. അപ്പം ഇത് പറഞ്ഞാൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം വന്നാൽ നല്ലതായിരിക്കും എന്ന് ഒരാൾക്ക് തോന്നുമ്പോഴാണ് സജസ്റ്റ് ചെയ്യുക. അപ്പം അത് എല്ലാവരുടെയും കാഴ്ചപ്പാടിൽ അത് നല്ലതെന്ന് തോന്നുമ്പോൾ അത് സ്വീകരിക്കും. നിങ്ങൾ തമ്മിലുള്ളൊരു കോമ്പിനേഷൻ റൈറ്റിംഗിൽ ഇപ്പോൾ ഒരു സിനിമ വരാത്തതിന് കാരണം ബിബിൻ ജോർജിന് സിനിമകൾ കിട്ടുന്നുണ്ട്, നേരെ മറിച്ച് വിഷ്ണു ഉണ്ണികൃഷ്ണൻ സിനിമകൾ കിട്ടുന്നുണ്ട്. രണ്ടുപേരും സെറ്റിലാവുന്നുണ്ട്, വരുമാനം കിട്ടുന്നുണ്ട്. എഴുത്താണെങ്കിൽ അവിടെ ഇരിക്കണം, അതിന് വേണ്ടിയിട്ട് ഇനി വരുന്നില്ല എന്നതാണോ കാരണം? പ്രധാന കാരണം അതാണോ എന്നുള്ളതാണ് എനിക്കറിയാം. ഒരിക്കലും അല്ല. ഞങ്ങൾ ഈ കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി ചിലവഴിച്ച ആൾക്കാർ ഞാനും ബിബിനും ആയിരിക്കും എന്ന് ഞങ്ങൾ അസ്യൂം ചെയ്യണം. ഞങ്ങൾ ആ സമയത്ത് 3 സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തതാണ്. അതിലൊരു സിനിമ ഞങ്ങൾ തന്നെ ഡയറക്റ്റ് ചെയ്ത് വെടിക്കെട്ട്. 2 സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുവാണ് ഞങ്ങളുടെ കയ്യിൽ. പക്ഷെ അത് എല്ലാം വലിയ പടങ്ങളാണ്. അപ്പം അത് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഓണാവില്ല. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. അപ്പോൾ വിഷ്ണുട്ട, ഇപ്പം നിങ്ങൾ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് 2 വലിയ സ്ക്രിപ്റ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കും ഇത് കുറച്ച് വലുതാണ്, അപ്പോൾ ഇത് സമയം എടുക്കും എന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ മാറ്റി വെക്കാൻ ശ്രമിക്കുക. അത് എഴുതാനിരിക്കുന്ന സമയത്ത് ഇത് എന്തെങ്കിലും സിനിമ ഇൻഡസ്ട്രി ഇനി ഉണ്ടാവുമെന്ന് പോലും അറിയില്ലാത്ത സമയമാണ്. ലോക്ക്ഡൗണിൽ ഇനി എന്തെങ്കിലും പരിപാടി ഉണ്ടോന്ന് പോലും അറിയില്ല. നിങ്ങൾ എല്ലാം കൂടെ വലുതാക്കി അന്ന് നമ്മൾ ഈ പറഞ്ഞാല് അല്ല, നമുക്ക് ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ഇത് കഴിഞ്ഞ് ഇതിപ്പോൾ തന്നെ തീരും, എന്നിട്ട് നമ്മൾ നേരെ ഇത് ചെയ്യുന്നു, ഈ പടം നടക്കുന്നു, ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ആഗ്രഹങ്ങൾ. പക്ഷെ അത് ഇങ്ങനെ നീണ്ടു പോയി. പിന്നെ ഷാഫി സാറിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ 2ാമത് ഒരു സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പെട്ടെന്ന് ഷാഫി സാർ നമ്മളെ വിട്ടു പോവുകയും ചെയ്തു. അപ്പോൾ ഇന്നിപ്പോൾ ഷാഫി സാറിൻ്റെ അനുസ്മരണ യോഗം നടക്കുകയാണ് എറണാകുളത്ത്. അപ്പോൾ ഞാനിവിടെ നാഗർകോവിലിൽ ഷൂട്ടിലായതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. നിങ്ങളുടെ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ വിഷ്ണുവേട്ടൻ ഇതിനിടയിൽ നിർമ്മാതാവായില്ലേ, ഒരു നിർമ്മാണക്കളിയിലേക്ക് കളിച്ചു. അതിനെപ്പറ്റി ഞാൻ കുറേ റിപ്പോർട്ട്സ് വായിച്ചു, ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല. പക്ഷെ എന്നാലും ഒരു പ്രൊഡ്യൂസർ വെഞ്ചർ എടുക്കാനുള്ളൊരു ഡിസിഷൻ ഒരു പ്രീ പ്ലാൻഡ് ആയിരുന്നു? അത് പ്രീ പ്ലാൻഡ് ഒന്നുമല്ല, പെട്ടെന്നൊന്നും. അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വേറെ ആൾക്കാർ അല്ല, അങ്ങനെയല്ല, പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആൾക്കാർ വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രോജക്റ്റ് നടക്കണമെന്നുള്ളത് കൊണ്ട് അപ്പോൾ നമ്മളുടെ റെമ്യൂണറേഷനും കൂടി നമ്മൾ പ്ലെഡ്ജ് ചെയ്തിട്ട് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വേറെ പൈസ ഒന്നും വാങ്ങിക്കാതെ ആ പടം എന്തായാലും നടക്കണം. അതിൻ്റെ റൈറ്റർ ഡയറക്ടർ തന്നെയാണ് അതിൻ്റെ റൈറ്റർ. പിന്നെ അതിനുവേണ്ടി കുറേ നാളായിട്ട് അവരൊക്കെ ഇങ്ങനെ നമ്മളുടെ ഒരു മറ്റേ ട്രാഫിക്കിൽ പറഞ്ഞ പോലെയാണ് നിങ്ങളുടെ ഒരു ഒരു വർഷം. അപ്പോൾ എനിക്കും ആ സിനിമ നടക്കണമെന്നുണ്ടായിരുന്നു. എന്താ അതിൽ സംഭവിച്ചത്? എന്താണ് ആ പ്രോജക്റ്റിന് പറ്റിയത്? പ്രൊജക്റ്റിന് പറ്റിയത് അത് നമുക്ക് ഒരു കാര്യമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല.
അല്ല നിങ്ങൾ ഇരുന്ന് ഡീകോഡ് ചെയ്യില്ലേ സ്വാഭാവികമായിട്ടും നമുക്ക്? പിന്നെ ഓബ്വിയസ്ലി ചെയ്യും. പക്ഷെ അതാ ഞാൻ പറഞ്ഞത്, എനിക്കതിനായിട്ടുള്ള ഒരുപാട് ഉത്തരങ്ങളുണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ അതൊരിക്കലും നമ്മൾ അങ്ങനെ ഒരു പബ്ലിക്കലി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കണില്ല. ഒരു കാര്യമായിട്ട് പറയാനും പറ്റില്ല. ഒരു സിനിമ നന്നാവാനാണെങ്കിൽ 1000 കാര്യങ്ങളുണ്ടാവും, ഒരു സിനിമ മോശമാവാനാണെങ്കിലും 1000 കാര്യം. എല്ലാവരും സിനിമ ചെയ്യുന്നത് നന്നാവാനും ആളുകളെ എൻ്റർടൈൻ ചെയ്യിക്കാനും ഒക്കെ തന്നെയാണ്. പക്ഷെ ഇതിന് അതിൻ്റെ ആ ഫസ്റ്റ് തോട്ട് മുതൽ എല്ലാവരുടെ ഉദ്ദേശം ഇത് തന്നെയാണ്. പക്ഷെ ഇത് എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോൾ പല പല പ്രശ്നങ്ങൾ കൊണ്ട് ഉദ്ദേശിച്ച പോലെ ആകാതെ വരാം. എന്ന് വെച്ചിട്ട് നമുക്കിത് കളയാൻ പറ്റില്ലല്ലോ. നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഒരു സാധനം കുക്ക് ചെയ്ത് കഴിഞ്ഞോണ്ട് ഉണ്ടാക്കി അത്രയും നന്നാവില്ല എന്ന് വെച്ചിട്ട് നമ്മളിത് മൊത്തം കളയല്ലോ. അതെ, എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കില്ല എന്ന് പറഞ്ഞ പോലെ നമ്മളുണ്ടാക്കിയൊരു സിനിമ നമ്മൾ ഉദ്ദേശിച്ച പോലെ ആയില്ല എന്ന് നമുക്ക് ബോധ്യം വന്നാൽ പോലും അത് ഇടയ്ക്ക് വെച്ച് കളയാൻ എനിക്കൊരിക്കലും പറ്റില്ല. അപ്പോൾ നമുക്ക് ഇപ്പം അത് ഞാൻ പാർട്ടായ എല്ലാ സിനിമയ്ക്കും അതിൻ്റെ പ്രമോഷനാണെങ്കിലും റിലീസിനാണെങ്കിലും എല്ലാത്തിലും എനിക്കിപ്പോൾ പൂർണ്ണമായിട്ടും തൃപ്തിയുള്ള സിനിമയാവണമെന്നില്ല. അല്ലെങ്കിലും നമുക്കൊരു കടപ്പാടുണ്ടല്ലോ ആ പ്രൊഡ്യൂസറോടും അതിൻ്റെ ഡയറക്ടറോടും അതിൻ്റെ റൈറ്ററോടും. അവരൊക്കെ അവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ച് ചെയ്തേക്കാണ്. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനൊത്ത് ആയില്ല എന്ന് വെച്ചിട്ട് നമ്മളതിനോട് പിന്നെ സഹകരിക്കില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത് പ്രേക്ഷകരും 1000 ടേസ്റ്റുള്ള ആൾക്കാരാണ്. എൻ്റെ ഇഷ്ടം തന്നെ ആയിരിക്കണമെന്നില്ല എല്ലാ പ്രേക്ഷകരുടെ ഇഷ്ടം. അതൊരിക്കലും എല്ലാവർക്കും ഒരേ സ്വരത്തിൽ ഇത് അടിപൊളിയാന്ന് പറയണ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ലോകത്തില്ല. നമുക്കൊക്കെ ഇഷ്ടമുള്ള, കോമൺലി ഇഷ്ടമുള്ള ചില സിനിമകൾ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മൾ ഇപ്പം ഞാൻ വിഷ്ണുവിൻ്റെ ഒരു ആക്ടിങ് ബേസിൽ നമ്മളൊരു ഫിൽമോഗ്രഫി ഉണ്ടാവില്ല നമ്മൾ ചെയ്യുന്നത്. ഹൗ ഡു യു റേറ്റ് യുവർ ഫിൽമോഗ്രഫി കരിയർ? നമ്മളൊരു നായകനായിട്ട് സിനിമ, ഞാൻ ബോക്സ് ഓഫീസ് വെച്ചേ അല്ല സംസാരിക്കുന്നത്. നമ്മൾ എടുക്കുന്ന സിനിമകൾ ചിലപ്പോൾ കമ്മിറ്റ്മെന്റ്സിന്റെ പുറത്ത് നമ്മൾ ചെയ്യുന്ന സിനിമകൾ ഉണ്ടാവാം, ചില നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ചെയ്ത സിനിമകൾ ഉണ്ടാവാം. എല്ലാം കൂടെ വെച്ചിട്ട് നമ്മളിപ്പോൾ എത്തി നോക്കുമ്പോൾ അല്ലെങ്കിൽ നോക്കുമ്പോഴേക്കും കൗതുകം കൊണ്ട് ചോദിച്ചു, പറഞ്ഞോണ്ട് ചോദിച്ചു. അല്ല, ഞാൻ നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട്, നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് എൻ്റെ അടുത്ത് ചില സിനിമകൾ ഇറങ്ങുമ്പോൾ ചില ആൾക്കാർ സ്നേഹം കൊണ്ടാണ് ഇവർ പറയുന്നത്, അത് ഞാൻ കേൾക്കും, ഞാനത് ഉൾക്കൊള്ളും. പക്ഷെ എനിക്ക് ഇവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനൊന്നും പറ്റില്ല. ഞാൻ ഈ കണ്ടേക്കണ കാര്യം എന്ന് വെച്ചാൽ കുറച്ചുകൂടി നല്ല സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്തൂടെ എന്നൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. ചോദിക്കാം പിന്നെ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ടൈം നോക്കാൻ പോകുമെന്ന് പറയും. മോശം സ്ക്രിപ്റ്റ് നോക്കി നമ്മൾ സെലക്ട് ചെയ്യണമല്ലോ, ഒരിക്കലും അല്ലല്ലോ. അത് ചെയ്തു വരുമ്പോൾ അതാ ഞാൻ പറഞ്ഞത്, 1000 കാര്യങ്ങളുണ്ടാവും. നമ്മൾ ഓരോരോ സംഭവങ്ങൾ മാറി മാറി മറിയാൻ. നമ്മൾ സ്ക്രിപ്റ്റിലുണ്ട് അല്ലെങ്കിൽ കഥ പറയുമ്പോൾ ഉണ്ടായിരുന്നൊരു കാര്യം ചിലപ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വരുമ്പോഴായിരിക്കും അത് നടക്കില്ല എന്ന് വരുമ്പോൾ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം, എന്നാൽ പിന്നെ നമുക്ക് ഇങ്ങനെ ആക്കാം കഥ. അപ്പോൾ ഒരു ലൊക്കേഷനിൽ വെച്ച് കഥ മാറിയ ഒരുപാട് സിനിമകളുണ്ട്. അങ്ങനെ എടുക്കാൻ പറ്റാത്ത ഒരുപാട്. അല്ല, ഈ സിനിമ പോലും ഉണ്ട്. മാജിക് മഷ്റൂമിൽ പോലും ഒരു വലിയ ഫാൻറ്റസി എപ്പിസോഡൊക്കെ ഉണ്ടായിരുന്നു. കഥ പറയുമ്പോൾ ഭയങ്കര വർക്ക്. പക്ഷെ അത് നമുക്ക് പ്രാക്ടിക്കലി എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ പറ്റൂലാത്ത ഒരുപാട് ലിമിറ്റേഷൻസ് വന്നപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ടൊക്കെ ഉണ്ട്. അതൊന്നും പക്ഷെ ഈ സിനിമയെ ബാധിച്ചിട്ടില്ല. അത് നമുക്കല്ലേ അറിയുള്ളൂ. ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് കണ്ട ഇത് കൊള്ളാം, മനസ്സിലായി. അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇത്രേ ഉള്ളൂ. ഇപ്പം പാൻ ഇന്ത്യൻ സ്റ്റോറി എന്ന് പറയുന്നൊരു സിനിമ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ നന്നായിട്ട് ചെയ്തതെന്ന് തോന്നിയ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതേപോലെ നമുക്കത്ര വർക്കായിട്ടില്ലാത്ത, ഞാൻ പെർഫോമൻസ് വൈസ് അല്ല പറയുന്നത്. അപ്പോൾ സിനിമ എനിക്ക് ടോട്ടലി എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നാലും നമ്മൾ ആ സിനിമയുടെയും പ്രൊമോഷന് ആ സിനിമയും നമ്മൾ കാണണമെന്ന് പ്രേക്ഷകരോട് പറയും. കാരണം എൻ്റേതല്ലല്ലോ അവസാന വാക്ക്. എനിക്കിഷ്ടമായില്ലെങ്കിലും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ ആ സിനിമ ചെയ്ത എത്രയോ ആൾക്കാരുണ്ട്, അവരുടെയൊക്കെ ജീവിതം ഒഴിഞ്ഞു വെച്ച് ചെയ്ത സിനിമയാണ്. അപ്പോൾ അതിനെ ഞാൻ കയറിയിട്ട് അങ്ങനെ വേറൊരു റേറ്റിംഗ് ഇടുന്നതിൽ ശരിയല്ലല്ലോ. അപ്പോൾ അത് കണ്ടിട്ട് ഇപ്പം എൻ്റെ അടുത്ത് പറയാണ്, നിങ്ങളെല്ലാ പടങ്ങളും ഇത് ശരിയല്ല കേട്ടോ, നല്ല ക്യാരക്ടർ നോക്കി എടുക്കണം. എന്നാൽ ഈ പടം പാൻ ഇന്ത്യ സ്റ്റോറി ഇവിടെ IFFKയിൽ സെലക്ഷൻ കിട്ടി, നല്ല അഭിപ്രായം വന്നാണ്. അപ്പോൾ അത് വന്നിട്ട് ഇപ്പോൾ മനോരമ മാക്സിലുണ്ട്. അപ്പോൾ ഇതിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ ഇടുന്നുണ്ട്. എന്നാൽ അതൊന്നും എടുത്ത് കാണുകയോ അത് ചെയ്യാതെ വെറുതെ
വിമർശിക്കാൻ മാത്രം നിൽക്കാവുന്നതാണോ? അത് നമ്മൾ ചെയ്യാഞ്ഞിട്ടല്ല, ഇത് കാണാഞ്ഞിട്ടാണ്. എനിക്ക് നമ്മുടെ ബാലേന്ദ്രൻ ചുള്ളിക്കാടിനോടൊരു വേദിയിലൊരു ചേട്ടൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ അഭിനയിക്കാനൊക്കെ പോയി നല്ല സാധനങ്ങൾ നിങ്ങൾ എഴുതുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളി സൗകര്യമില്ല എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. അപ്പം എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ പുള്ളി അതിന് മറുപടി പറയുന്നുണ്ട്, ഞാൻ കഴിഞ്ഞ ആഴ്ചപ്പതിപ്പിൽ ഇതിലെഴുതിയായിരുന്നു. അതൊന്നും വായിക്കാണ്ട് നിങ്ങളറിയാത്തതിൻ്റെയാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാൻ പറഞ്ഞ, ഞാൻ നല്ല കഥ അതേപോലെ നല്ല കഥാപാത്രങ്ങളുള്ള സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം വെടിക്കെട്ടിലെ എൻ്റെ കഥാപാത്രത്തിന് അല്ല, അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയാണ്. അത് കണ്ടവർ ഒരുപാട് പേര് എന്നോട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്നൊക്കെ എനിക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞ് ഒരുപാട് കോളുകളും ഒക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതും കണ്ടിട്ടില്ല. എന്നിട്ട് ഏതെങ്കിലും ഒരു പടം കിട്ടിട്ട് അത് തന്നെയാണ് നമ്മുടെ ഇതെന്ന് നമ്മളെ ജഡ്ജ് ചെയ്യണതിനോടും നമുക്ക് അതും ശരിയാണെന്ന് പറയാൻ പറ്റില്ല. ഈ വെടിക്കെട്ടിനെ പറ്റി പറയുമ്പോൾ വെടിക്കെട്ട് ഫിലിം എനിക്ക് വർക്കായ സിനിമയല്ല, ടു ബി ഓണസ്റ്റ്. പക്ഷേ ആ കഥാപാത്രം വിഷ്ണുവേട്ടൻ ചെയ്ത് വെച്ചേക്കുന്നത് ഫ്രം ദ സ്റ്റാർട്ടാണ്. നമുക്ക് ആ ഫ്രെയിമിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ആ ബൈക്ക് നിങ്ങൾ വട്ടം വെക്കുന്നിടത്ത് നിന്നുള്ള ഒരു ഷോട്ട് തൊട്ട് അതിനകത്ത് വിഷ്ണുവേട്ടൻ വരുന്ന ഓരോ സീൻസും ഗംഭീരമായിരുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിച്ചതും ആ കഥാപാത്രത്തെക്കുറിച്ചായിരിക്കും. മീൻലി അത് നമുക്ക് അങ്ങനെ ഒരു തോന്നും, ആ ഒരു റഫ്നെസ് തോന്നുന്ന ഒരു കഥാപാത്രം ആയിട്ട് പ്ലേ ചെയ്യാന്ന് പറഞ്ഞൊരു സംഭവം കൂടി ഉണ്ടല്ലോ. നമ്മൾ ഇപ്പോൾ ഒരു പേഴ്സണൽ ഒരു കഥാപാത്രമായിട്ടാണോ അല്ലെങ്കിൽ ഒരു സിനിമ ആസ് എ ടോട്ടാലിറ്റി വർക്ക് ആവുന്നതിലാണോ കൂടുതൽ ഇഷ്ടം? ഇത് എൻ്റെ കഥാപാത്രം സംസാരിക്കുന്നതാണോ അല്ലെങ്കിൽ എൻ്റെ സിനിമ സംസാരിക്കുന്നതെന്നുള്ളൊരു തോട്ട് ഉണ്ടായിട്ടുണ്ട്? ഒബ്വിയസ്ലി സിനിമ സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് കഥാപാത്രം സംസാരിച്ചതുകൊണ്ട് ആ സിനിമ ഓടിയില്ലെങ്കിൽ ആ കഥാപാത്രവും അതേപോലെ ഇരുന്ന് പോവുകയാണ്, അത് കാണുന്നില്ല. സിനിമ ഓടിക്കഴിഞ്ഞാൽ എല്ലാവരും സംസാരിക്കുമല്ലോ. ഇപ്പം ഈ മാജിക് മഷ്റൂംസിൻ്റെ ഇതിൽ നിങ്ങൾ അവസാനം ജോമോൻ്റെ പോർഷൻ വരുന്നതാവട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ദീപകിൻ്റെ ആത്മഹത്യയെ ബന്ധപ്പെട്ട് നിങ്ങൾ അവസാനം ഇറക്കിയ ഒരു ടീസറിൽ പോലും ആ ഒരു ബസ് സീൻ നിങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾ പറയുന്നത് വേറെന്തോ ആണ്, അത് ഇതിന് വേണ്ടി ഡബ് ചെയ്ത് ഇറക്കിയതാണെന്നുള്ളത് മനസ്സിലാവുന്നത്. ഇതുപോലുള്ള മാർക്കറ്റിംഗ് ട്രിക്കുകൾ ആരുടെ ഐഡിയ? അല്ല, അത് നാഷികക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അതിനൊരു മറുപടി പറയണം എന്ന് തോന്നിയിട്ട് ഇക്ക പറഞ്ഞിട്ട് ചെയ്തതാണത്. ഇക്കയുടെ പ്രതികരണം ആ രീതിയിലാവാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ്. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ വലിയ രീതിയിലൊരു ശ്രദ്ധ അതിൽ കിട്ടുകയും ചെയ്തു. ഓബിയസ്ലി മാർക്കറ്റിംഗ് ശ്രദ്ധ പിടിക്കലാണല്ലോ. അതെ അതെ, ശ്രദ്ധ പിടിക്കുന്നതിൽ ഇങ്ങനെ ഒരു സിനിമ വന്നിട്ടുണ്ടെന്ന് ആക്ച്വലി അത് കണ്ടപ്പോഴാണ് ഒരുപാട് പേര് അറിഞ്ഞിട്ടുണ്ടാവുക. അതെ, ഈ റിലീസിൻ്റെ രാത്രി ഞാൻ FB സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും, ഞാനും അപ്പോൾ ഉറക്കമില്ലായിരുന്നു. ഞാൻ റിലീസ് ആയതുകൊണ്ട് ഉറങ്ങാത്തല്ല, ഞാൻ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ പെട്ടെന്നൊരു വീഡിയോ പ്രത്യക്ഷപ്പെടുന്നു, വിഷ്ണു ഉണ്ണികൃഷ്ണൻ 28 minutes ago എന്ന് പറഞ്ഞിട്ട് വിഷ്ണു കട്ടിൽ ഇരുന്നോണ്ടൊരു വീഡിയോ. ശരിക്കും ഒരു സിനിമയുടെ റിലീസ് വരുമ്പോൾ ഇപ്പോഴും ടെൻഷനാണോ, നെഞ്ചെടുപ്പാണോ? പിന്നില്ലേ, ഏത് പടമായാലും ഇത്രയും സിനിമയായിട്ട് അതങ്ങനെയാണല്ലോ. എനിക്ക് ഇപ്പം നമ്മൾ സ്റ്റേജിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും പരിപാടിക്ക് വേണ്ടിയിട്ട് സ്റ്റേജിൽ കയറിയാൽ എനിക്കിപ്പോഴും വയറുവേദന എടുക്കും, എൻ്റെ കൈകാല് വിറയ്ക്കും. അപ്പോൾ ഞാനിത് പറഞ്ഞപ്പോൾ നാഷിക്കാടത്ത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ വിഷയം സംസാരിച്ചപ്പോൾ ഇക്ക പറഞ്ഞാണ്, ഇക്കടുത്ത് ചിത്ര ചേച്ചി പറഞ്ഞായിരുന്നു സ്റ്റേജിൽ കയറുമ്പോൾ പേടിയുണ്ടെന്ന് പറഞ്ഞു. ചിത്ര ചേച്ചി നാഷിക്കയും കൂടി ഒരു പ്രോഗ്രാമിന് ചിത്ര ചേച്ചി പറഞ്ഞു, ആ പേടി നല്ലതാണ് നാഷ, ആ പേടി ഉള്ളതുകൊണ്ടാണ് നമ്മൾ കലാകാരന്മാരായിട്ട് നിൽക്കുന്നത്. ആ പേടിയൊക്കെ മാറിക്കഴിഞ്ഞാൽ അവിടെ തുടങ്ങും കലാകാരൻ്റെ അതപ്പതരമെന്ന് പറഞ്ഞു. പേടി എപ്പോഴും നല്ലതാണ്. അത് നല്ലതല്ലേ, മീൻസ് നല്ലതാണെന്ന് ഞാൻ അതിനെ അങ്ങനെ പറയണല്ല, എനിക്ക് ആ പേടിയുണ്ട്. മീൻസ് നമ്മളെ ആ സിനിമയെ ഡിപ്പെൻഡ് ചെയ്ത് എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് നന്നായി വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രതീക്ഷയിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തല്ലോ, തൊട്ടും ഞാൻ ആരെ വിളിക്കുക, അപ്പം ഞാൻ ആകാശ് ഉറങ്ങിയിട്ടുണ്ടാവില്ല അതെനിക്കറിയാം. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഓൺലൈനിലൊന്നും കാണാനില്ല, ഞാൻ വെറുതെ ഒരു ഇമോജി അയച്ചു, ഇങ്ങനെ കണ്ണ് വീഴ്ചിരിക്കണ അവിടെ ഉണ്ടോയെന്നറിയാം. 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും എനിക്കൊരു വീഡിയോ കോൾ വരികയാണ്. അപ്പോൾ ഞാൻ എടുക്കുമ്പോൾ ആകാശ്, നമ്മളെ ADs ആയിട്ടുള്ള റോബിൻസ്, അർജുൻ എന്നൊക്കെ പറഞ്ഞ ഇവന്മാരൊരു 5 പേര് ഞാൻ ഇരിക്കണ പോലെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഹലോ എന്തായി, ഞങ്ങൾ അറിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ എന്താ നാളെ അപ്പോൾ ഒരിക്കൂല അതൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്താലോ എന്ന് ആലോചിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ചെയ്യാൻ റെഡി ആയിട്ടാന്ന് പറഞ്ഞു, അങ്ങനെയെങ്കിലും ആരെങ്കിലും കാണുമെന്ന്. അപ്പോൾ ഞാനോർത്ത് എന്നാൽ അത് പോസ്റ്റ് ചെയ്യാം. ഞാൻ പോസ്റ്റ് ചെയ്തതാണ്. പക്ഷെ എനിക്ക് സന്തോഷമായെന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ അന്ന് രാത്രി റിലീസിൻ്റെ അന്ന്
രാവിലത്തെ ഷോയ്ക്ക് ഞങ്ങളൊക്കെ കണ്ടു. രാത്രി ഞങ്ങൾ ഏതോ തിയേറ്ററിൽ വിസിറ്റ് ചെയ്യാൻ ചെന്നപ്പോഴത്തേക്കും ഒരു ചേട്ടൻ ഇതേപോലെ വന്ന് എനിക്ക് ഷെയ്ക്കാൻ ചെയ്തിട്ട് പറഞ്ഞ് അടിപൊളിയായിട്ടുണ്ട്, നിങ്ങളുടെ ഇന്നലത്തെ ആ വീഡിയോ ഞാൻ കണ്ടിട്ടോ, അതുകൊണ്ടാണ് ഇന്ന് തന്നെ പടം കാണാൻ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നെ കളിയാക്കി, ഒരു ഷർട്ടെങ്കിലും ഇട്ടുകൊണ്ടോ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വന്നിട്ടുണ്ട്. ഞാൻ അന്നേരം അതൊന്നും ഓർക്കണില്ല. ഞാൻ നാളെ എന്താവും എന്നൊക്കെയുള്ള ചിന്തയിൽ പെട്ടെന്ന് ഇങ്ങനെ എടുത്തിട്ട് എല്ലാവരോടും ഷെയർ ഇങ്ങനെ പറയാമെന്ന് പറഞ്ഞിട്ട് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇവന്മാരും ഇടുന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങനെ ഇട്ടു. അപ്പോൾ ഈ ചേട്ടൻ വന്ന് ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അഷറഫ് ഖാനോടൊക്കെ പറഞ്ഞു, പ്രൊഡ്യൂസറോട് ഞാൻ പറഞ്ഞു, ഇക്ക ഞാൻ ആ വീഡിയോ എടുത്തതിൻ്റെ പേരിൽ ആണ് വന്ന് പടം കണ്ടത് ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മിനിമം അതേപോലെ അങ്ങനെ ഒരു മിനിമം 100 രൂപ ഉണ്ടാവും കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോ കാരണം വന്നിട്ടുണ്ടെന്ന്. ഇപ്പം ഈ നിങ്ങളുടെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് പ്രോസസ്സിലേക്ക് ഇപ്പം നാദർശിക എനിക്ക് തോന്നുന്നു ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്, ഞാൻ അവൻ്റെ അഭിനയം മനസ്സിലാക്കിയത് അമർ അക്ബർ എന്ന് തോന്നിയിൽ ഒറ്റ ഷോട്ട് കൊണ്ടാണ്. ആ ഷോട്ട് കൊണ്ട് എനിക്ക് മനസ്സിലായി എൻ്റെ ഉള്ളിൽ എന്തുമാത്രം കാലിബർ ഉണ്ടെന്നുള്ളത്. നിങ്ങൾ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എന്ന രീതിയിൽ നിങ്ങൾ തുടങ്ങിയത് തന്നെ ഒരു മാജിക്കൽ തുടക്കമാണ്. അതായത് ആ ഒരു തുടക്കം പലരും ആഗ്രഹിക്കുകയും കൊതിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു തുടക്കമാണ്. ആ ഒരു തുടക്കം ഞാൻ പറഞ്ഞത് കാസ്റ്റ് വൈസ് മാത്രമല്ല, അതുണ്ടാക്കിയ കളക്ഷൻ, അതുണ്ടാക്കിയ ഓളം, ആളുകൾ തിയേറ്റേഴ്സിലേക്ക് വന്നത്, അത് പിന്നെയും നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റി. അത് പിന്നെയും ഒരു തുടർച്ച എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഫ്ലൂക്കാണെന്ന് ആളുകൾക്ക് വിളിക്കാനും പറ്റത്തില്ല. അത് നമ്മളിത് കണ്ടിന്യൂ ചെയ്യുമ്പോഴേക്കും ആ രീതിയിൽ പോകുമല്ലോ. ഇപ്പോൾ ഒരു വലിയ വിഭാഗം, ഇപ്പോൾ എന്നെ പോലുള്ള ആളുകൾക്ക് നിങ്ങളുടെ കോമ്പിനേഷൻ വന്ന സിനിമകൾ ഭയങ്കരമായിട്ട് വർക്കാവും. ഇപ്പം നിങ്ങൾ ഉണ്ടാക്കി വെച്ച കുറച്ച് ട്രെൻഡ് സെറ്റേഴ്സ് പരിപാടി ഉണ്ടല്ലോ. ഇപ്പം കട്ടപ്പനയിൽ രതീഷ് ആണെങ്കിൽ മറ്റേ യമണ്ടം പ്രേമയിൽ നിങ്ങൾ ചിത്രഗുപ്തം കൊണ്ടുപോകുന്നെങ്കിലും പക്ഷെ അത് വർക്കായില്ല. ബട്ട് എന്നാൽ നിങ്ങൾ ട്രെൻഡ് സെറ്റേഴ്സ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. നിങ്ങളുടെ സ്ക്രിപ്റ്റിൽ മാത്രം വരുന്ന ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. അല്ല, ഈ ചിത്രഗുപ്തം വർക്കായില്ല എന്ന് പറയണ ഒപ്പം തന്നെ അതിൽ വർക്കായ കുറെ കാര്യങ്ങളുണ്ടായി. വർക്കായില്ലേ? അന്തസ്സുണ്ട്. മറ്റേ മഴ, കട്ടൻ ചായ, ജോൺസൺ മാഷ്, അതൊക്കെ ഇപ്പോഴും മഴക്കാലം തുടങ്ങിയ ദുൽഖറിന് ഒരു സൈഡ് പോസ്റ്റ് വെച്ചൊരു വന്നിരിക്കും, അത് ഉറപ്പാണ്. പക്ഷേ ഞാൻ ചിത്രഗുപ്തം വർക്കായില്ല എന്ന് പറയാൻ കാരണം, ഇതുപോലെ കുറേ റെസ്പോൺസുകൾ, തിയേറ്റർ റെസ്പോൺസ് വന്ന സമയത്ത് അവരാ രതീഷ് വീണ്ടും കൊണ്ടുവരാൻ ശ്രമിച്ചു, പക്ഷേ ഇത് ഏറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതൊരു ജസ്റ്റ് ഒരു അത് ഞങ്ങൾ എടുത്ത് കളഞ്ഞതായിരുന്നു ആദ്യം, പിന്നെയും വെച്ചു. എന്നിട്ട് പിന്നെയും പറഞ്ഞ പോലെ അല്ലെങ്കിൽ കളയാമെന്ന് പറഞ്ഞു. അങ്ങനെ 2-3 തവണ മാറ്റിയിട്ട് പിന്നെ അങ്ങനെ നമുക്ക് തോന്നാഞ്ഞിട്ടല്ല, പക്ഷെ ചില സമയത്ത് നമ്മൾ ഇതാവും, മിസ്ലീഡ് ചെയ്യപ്പെടും. കാരണം മറ്റതിന് അത്ര ആക്സെപ്റ്റ്, നമ്മൾ എവിടെ ചെന്നാലും ചായക്കടയിൽ ചൂട് രതീഷ് ഇവിടെ വിൽക്കപ്പെടും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലായിടത്തും ഇതിനിതുണ്ട്. അത്രേ സാധനം കിടക്കുവാണ്. അതങ്ങനെ ഒരുപാട് നാളൊന്നും ആയിട്ടുമില്ല. ആ പടം ഇറങ്ങിയിട്ട് 2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇടയ്ക്ക് ഈ വെള്ളപ്പൊക്കം വന്നതിൻ്റെ ഒരു ഇതിലാണ് ഈ റിലീസും നീണ്ടുപോയത്. നമ്മൾ എഴുതി ഷൂട്ട് ചെയ്ത് തുടങ്ങി അപ്പം തന്നെ റിലീസ് ചെയ്തിരുന്നെങ്കിൽ അത് ചിലപ്പോൾ വർക്കായത്. അത് കുറച്ചാൾ ഇരുന്ന് പോയായിരുന്നു. അതിൻ്റെയും കുഴപ്പമുണ്ട്. അതാ ഞാൻ പറയണത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു സാധനം വർക്കാവാതെ പോകുന്നുണ്ടെങ്കിൽ. ഇപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിന് ഒരു പ്രൊഡ്യൂസറിനെ കണ്ടുപിടിക്കാൻ പാടാണോ? അല്ല, പ്രൊഡ്യൂസർ മാത്രമല്ല, ഒരു പ്രൊജക്റ്റ് ഓണാവുക എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളില്ലേ. നമ്മൾ ഉദ്ദേശിച്ച ഒരു ആക്ടർ ഉദ്ദേശിച്ചിട്ട് എഴുതിയ സാധനമാണെങ്കിൽ ആ ആക്ടർ സെറ്റാവണം. ഇനി അദ്ദേഹം അല്ല എന്നുണ്ടെങ്കിൽ വേറൊരാളേക്ക് മാറണമെങ്കിലുണ്ടെങ്കിൽ അത് നമുക്ക് സെറ്റാവണം. പക്ഷെ നിങ്ങളുടെ കോമ്പറ്റീഷനിൽ ഒരു ദിലീപ് ചിത്രം എന്ന് പറയുന്നത് എന്താണെന്ന് അറിഞ്ഞൂടാ, അങ്ങനെ ഒരു സാധനം കറങ്ങി എന്തുകൊണ്ട് അത് സംഭവിക്കുന്നില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. ദിലീപേട്ടൻ്റെ പേര് മാത്രമല്ല, എത്രയോ പേര്. അങ്ങനെയല്ല വിഷ്ണുവേട്ടൻ, ഞാൻ പറയുന്നത് ഇപ്പം നാദർശിക വിഷ്ണുവേട്ടൻ എന്ന് പറയുമ്പോൾ ഓബ്വിയസ്ലി അവിടെ ഒരു ദിലീപ് ഫാക്ടർ വരുമല്ലോ. എവിടെ നിന്ന് വരുമല്ലോ, നിങ്ങൾ എന്തോ ഒരു സുഹൃത്ത് വലയമാണെന്നൊരു തോന്നൽ പ്രേക്ഷകർക്കിടയിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രോജക്റ്റ് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്നുള്ള ചോദ്യം. ബാക്കിയൊക്കെ ആർട്ടിസ്റ്റുകളൊക്കെ എന്തായാലും പോലും അവരൊക്കെ താരങ്ങളാണല്ലോ, അവർ വെച്ച് ചെയ്തുകൂടെ എന്ന് ചോദിക്കും. ഇത് നിങ്ങളൊരു സുഹൃത്ത് വലയം, ആ വലയത്തിൽ നിന്നുകൊണ്ടൊരു സിനിമ വരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ഞാൻ അങ്ങനെ ചോദ്യം കേട്ടിട്ടില്ല. ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കണത് ലാലേട്ടനെ വെച്ചിട്ടുള്ള ആ പടം എപ്പോഴാണ്, മമ്മൂക്കനെ വെച്ച് നാളെ അനൗൺസ് ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞു. അല്ല, ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. അതിലാണെങ്കിൽ ബിബിന്റെ പേരും ഇല്ല. ഞാൻ എഴുതുന്ന ഒരു പടം മമ്മൂക്ക, അപ്പൊ അത് പറഞ്ഞിട്ട് ബിബിൻ ഏതാണ് മമ്മൂക്കനെ വെച്ച് ഞാൻ ഇല്ലാണ്ടൊരു പടം എന്നെ വിളിച്ചേക്കും. നിങ്ങൾ കൂട്ടുകെട്ടിൽ എഴുതുന്നുള്ളൂ, അതൊരു ഫിക്സഡ് തീരുമാനം മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഒറ്റയ്ക്കായിട്ട് നിൽക്കുന്നില്ല. നമ്മൾ ഈ ഒറ്റയ്ക്ക് സിനിമകൾ ചെയ്യുന്ന സമയത്ത്, നായകനായിട്ട് നിൽക്കുന്ന സമയത്ത് വിഷ്ണുവിൻ്റെ ഒരു സ്ക്രിപ്റ്റ് വരികയാണ്, ജസ്റ്റ് ഒരാൾ പിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചോ, എന്തൊക്കെയാണ് അതിൽ നോക്കാറുള്ളത്? ചിലപ്പോൾ കമ്മിറ്റ്മെൻറ്റ് എന്നുള്ളത് വിട്ടേക്ക്, ഒരു സ്റ്റോറി വൈസ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ക്രിപ്റ്റ് ഏതൊക്കെ ടിക്ക് മാർക്സ് വേണം ആ സിനിമ ഞാൻ ഏറ്റെടുക്കണമെങ്കിൽ? അങ്ങനെ എനിക്ക് അതിനങ്ങനെ ഡിഫൈൻ ചെയ്യാനായിട്ട് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഇത് ബേസിക്കലി ആ സ്ക്രിപ്റ്റ് നമ്മൾ എക്സൈറ്റഡ് ആവുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. അതാണ്. പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കാലിബർ
ഇവർക്കുണ്ടോ എന്നുള്ളത് സെക്കൻഡ് തിങ്. നമ്മളടുത്ത് വന്നിപ്പോൾ ഗംഭീര ഒരാളൊരു കഥ പറയാണ്, ഇത് കൊള്ളാം, പക്ഷെ പുള്ളിക്ക് അത് എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് സെക്കൻഡ് തിങ്. ഇനി അതും ഓക്കെ ആണെന്ന് ചോദിച്ചു. ന്യൂ കമേഴ്സിനോട് വർക്ക് ചെയ്തിട്ടില്ലേ? ന്യൂ കമേഴ്സിനോട് വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ ന്യൂ കമേഴ്സ്. അപ്പൊ പിന്നെ എങ്ങനെ ഇവരുടെ കാലിബർ ടെസ്റ്റ് ചെയ്യാന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. അല്ല, അവർ അതാണ് ഞാൻ പറഞ്ഞ, അതിനെക്കുറിച്ച് ഒരാൾ ബ്രീഫ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു ധാരണ പറയുന്ന രീതി വെച്ച് ഏകദേശം ഒരു ധാരണ നമുക്ക് കിട്ടുള്ളൂ. ഇതായിരിക്കില്ല, തട്ടേ കയറുമ്പോൾ മട്ട് മാറും. സംവിധായകന്റെ കുപ്പായൊക്കെ വന്നു കഴിയുമ്പോൾ സ്വഭാവമൊക്കെ മാറും. അതും ഞാൻ കുറെ കണ്ടിട്ടുണ്ട്, അനുഭവസ്ഥനാണ്. അപ്പോ ഇൻ ദ സെൻസ് നല്ല രീതിയിലും മാറും, മോശം രീതിയിലും മാറും. ചിലപ്പോ അപ്പോൾ അങ്ങനെ അല്ലാതൊക്കെ പറഞ്ഞ് വേറെ രീതിയിലൊക്കെ ആവും. അല്ല, അതൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാണ്. പിന്നെ ഇത് നല്ല രീതിയിൽ കൊണ്ടുവന്ന് ലോഞ്ച് ചെയ്യാൻ പറ്റിയ പ്രൊഡക്ഷൻ ആണോ, ഇതൊക്കെ നോക്കിയാണ് നമുക്ക്. ഈസ്റ്റ് കോസ്റ്റ് വിജയനുമായിട്ടുള്ള പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, അതെന്താ നിങ്ങൾ തമ്മിലൊരു കൊളാബറേഷൻ കുറച്ചധികം ഉണ്ടല്ലോ? അല്ല, അത് എൻ്റെ അടുത്ത് KV അനിൽകുമാർ എന്ന് പറഞ്ഞ അദ്ദേഹം, പുള്ളി ഒരു നോവലിസ്റ്റാണ്. പുള്ളി എഴുതിയ കള്ളനും ഭഗവതിയും എന്ന് പറയുന്ന നോവൽ സിനിമയാക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് ആദ്യം സമീപിച്ചത്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഐഡിയ ഭയങ്കര ഇഷ്ടമായി, ആ പ്ലോട്ട്. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് ഉഗ്രൻ പരിപാടി, നമുക്ക് പിടിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ പുള്ളിക്ക് അന്നേരം ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് പ്രൊഡക്ഷൻ സെറ്റായില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നീണ്ടു പോയി. കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറ് കഥ കേട്ടപ്പോൾ ചെയ്യാമെന്ന് പറയുന്നുണ്ട്, എന്തു പറയുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അദ്ദേഹമായിട്ട് വർക്ക് ചെയ്തിട്ടില്ല, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയുടെ ഒരു അസോസിയേറ്റ് ആയിട്ടുള്ള ഒരാൾ ആണ് എന്നെ ആദ്യം വന്ന് കാണുന്നത്. അതിനുശേഷം വിജയേട്ടനായിട്ട് നമ്മൾ സംസാരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് കള്ളനും ഭഗവതിയും എന്ന് പറയുന്ന പ്രൊജക്റ്റ് ഓണാവുന്നത്. അപ്പോൾ ആ സിനിമ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അതിലിപ്പോൾ എന്നെ അവിടെ ചെന്നാലും കട്ടപ്പനയിൽ ഋത്തിക് റോഷൻ എന്നുള്ള രീതിയിലൊക്കെയാണ് എല്ലാവരും പറയണമെങ്കിൽ, ഞാൻ അയർലൻഡിലൊരു പ്രോഗ്രാമിന് വന്നപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നെ പറയണത് കളമാത്തപ്പൻ. ഞാൻ ദൈവമേ, ഇവിടെ ഈ പടത്തിന് ഭയങ്കര മീൻസ് അതിന് വേറൊരു ഓഡിയൻസ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു കള്ളനും ഭഗവതി എന്ന് പറയുന്ന സിനിമയ്ക്ക്. അപ്പോൾ അത് ഹിന്ദിയിലൊക്കെ ഡബ് ചെയ്ത് ഉണ്ടായിരുന്നു. അപ്പോൾ മോക്ഷയ്ക്ക് നോർത്ത് ഇന്ത്യയിൽ, അപ്പോൾ ഈ ഭഗവതി ആരാന്നൊക്കെ കാണാൻ ഹിന്ദിക്കാർ മുഴുവനും ഈ ഫാൻറ്റസി പടം കാണാൻ വേണ്ടി കയറി കണ്ട് അതിന് ഭയങ്കര റീച്ചായിരുന്നു. അപ്പോൾ അത് ഇതിൽ ആമസോണിൽ വന്നപ്പോഴാണെങ്കിലും ടോപ്പ് 10 കണ്ടിന്യൂസ് കുറേ നാളുണ്ടായിരുന്നു. പിന്നെ പുള്ളി അതിൽ നിന്ന് എടുത്ത് ഇപ്പം വിജയേട്ടൻ്റെ ഇതിൽ ചാനലിൽ തന്നെ യൂട്യൂബിലെ ചാനലിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിന് നല്ല വ്യൂസ് ഉണ്ട്. അപ്പോൾ അത് നല്ല ഗംഭീര പരിപാടിയായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സെക്കൻഡ് പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ റെഡിയാന്ന് പറഞ്ഞു. കാരണം ഇതിന് അത്രയും സ്വീകാര്യത പലയിടത്തും. എനിക്കും പേഴ്സണലി ഇപ്പോൾ ബിബിൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ബിബിന് കള്ളനും ഭഗവതി കണ്ടിട്ട് എൻ്റെ പെർഫോമൻസിനെ കുറിച്ച് ഭയങ്കര അഭിപ്രായം പറഞ്ഞ. അപ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട്, എനിക്ക് ആ സിനിമയിലെ കഥാപാത്രം ഭയങ്കര ഇഷ്ടമാണ്, അതിലെ കള്ളം മാത്തപ്പൻ. അപ്പോൾ അതിനൊരു സെക്കൻഡ് പ്ലാൻ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞ് അതിനുവേണ്ടി ഞങ്ങൾ ഒന്ന് പ്രൊജക്റ്റ് ഏകദേശം സ്ക്രിപ്റ്റും കൂടി റെഡി ആയാൽ മതി, ബാക്കിയൊക്കെ ഓക്കെയാണ്, ഒരു 1 ലൈനൊക്കെ റെഡി ആയിട്ടുണ്ടെന്ന് വിജയേട്ടൻ്റെ അടുത്ത് പറയുകയും ചെയ്തതാണ്. പക്ഷെ അതിങ്ങനെ സ്ക്രിപ്റ്റ് പിന്നെ നീണ്ടുപോയി. അപ്പോഴാണ് പെട്ടെന്ന് അൻസാജിൻ്റെ വേറൊരു കഥ കേട്ടപ്പോൾ വിജയേട്ടൻ പറഞ്ഞു, നമ്മളിത് ചെയ്യാൻ വെച്ച സമയത്ത് വേറൊരു പരിപാടി വന്നിട്ടുണ്ട്, അത് ചെയ്താലോ എന്ന്. അപ്പം ഞാൻ കേട്ട കഥയത് അത് ആണെങ്കിൽ നല്ല രസം. ആ സിനിമയാണ് ഭീഷ്മർ. അതിപ്പോൾ ഉടനെ വരും. അതാണ് ഭീഷ്മറിനെ പറ്റിയുള്ള ഒരു അപ്ഡേറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കറങ്ങി വന്നത്. മനസ്സിലായി. എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു? അതുടനെ വരും, അതിൻ്റെ ഫൈനൽ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഭയങ്കര ഒരു പ്രതീക്ഷ ഉണ്ടാകുന്ന ഒരു പ്രോജക്റ്റാണ്. അതൊരു ഒറ്റ ദിവസം നടക്കുന്ന ഒരു കഥയാണ്, പക്ഷെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥാഗതിയാണ് അതിൻ്റെ. ഓക്കെ, ഇപ്പോൾ മാജിക് മഷ്റൂംസിലേക്ക് ഞാൻ ഇപ്പം വിഷ്ണു, നമ്മളൊരു പടം പിച്ച് ചെയ്ത് കഴിഞ്ഞ് ഓഡിയൻസ് അത് സ്വീകരിക്കും, നമുക്ക് അവരുടെ മുഖത്തുനിന്ന് മനസ്സിലാവും അവർ നമ്മളെ കണ്ടിട്ട് എക്സൈറ്റഡ് ആവുകയാണോ അതോ പടം കണ്ടിട്ട് നമ്മൾ എക്സൈറ്റഡ് ആവണോ. ഇപ്പോൾ ഒരു ട്രെൻഡാണല്ലോ നിങ്ങൾ തിയേറ്റേഴ്സിൽ പോവുക, അവർ നേരിട്ട് കാണുക ഷോ കഴിഞ്ഞ് ഉടനെ എന്നുള്ളത്. ചിലപ്പോൾ നിങ്ങൾ കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് അവർ ചിലപ്പോൾ സന്തോഷിക്കുമായിരിക്കും. ചിലപ്പോൾ പടം കണ്ട് 2 മണിക്കൂറും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കാണില്ല. അവരുടെ മുഖത്ത് നോക്കിയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്, ഇപ്പോൾ നാടകമൊക്കെ കളിക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഫീഡ്ബാക്ക് കിട്ടുന്ന പോലെയാണ് ഇപ്പം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്, ലൈക്ക് ജെനുവിനായിട്ട് ഇപ്പം ആ വീഡിയോ കണ്ടിട്ടല്ല എന്ന് പറഞ്ഞതിൽക്കാളുപരി
ഈ സിനിമ വർക്കായിട്ട് കണ്ടതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഹാർട്ട് ഫീൽഡ് റെസ്പോൺസ് ഏതെങ്കിലും ഓർമ്മയുണ്ട്? അത് നമുക്ക് ടച്ചിങ് അല്ലെങ്കിൽ ഒറ്റ തിയേറ്ററിലേ പോകാൻ പറ്റുള്ളൂ. അവിടെ പിന്നൊരു തിയേറ്ററിൽ നമ്മൾ ചെല്ലാൻ കൂട്ടാക്കില്ല. കാരണം ആളുകൾ അത്ര ഹാപ്പി ആയിട്ട് നമ്മളോട് പറയണതിൻ്റെ പേരിലാണ് നമ്മൾ എന്നാൽ പിന്നെ അപ്പുറത്തെ തിയേറ്ററിൽ കൂടി പോയി നോക്കിയാലോ എന്ന് നമുക്ക് തോന്നണത് അതുകൊണ്ടാണ്. മനസ്സിലായി. അപ്പോൾ ഈ അക്ഷയ പുതിയ നായിക, അപ്പോൾ പുള്ളിക്കാരിയും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ലുലുവിലൊക്കെ പോയപ്പോൾ. അപ്പോൾ ഞങ്ങൾ സൈഡിൽ ഒളിച്ച് നിന്ന്, അപ്പോൾ ഫ്രണ്ടിലേക്ക് കയറി ചെന്ന ആളുകളുടെ കാഴ്ചയെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സൈഡിൽ ഒളിച്ച് നിൽക്കുകയാണ്. ലുലുവിൽ എങ്ങനെയാണല്ലോ സ്റ്റെപ്പ് കയറിയിട്ട് തിരിഞ്ഞാലാണ് യൂട്ടേൺ എടുത്താലേ സീറ്റിലേക്ക്, യൂട്ടേൺ എടുക്കാതെ ഞങ്ങൾ സ്റ്റെപ്പിൽ നിന്നിട്ട് ഇങ്ങനെ. അപ്പോൾ ആ സെക്കൻഡ് ഹാഫിൽ ഒരു എപ്പിസോഡ് ഉണ്ട്. അത് തുടങ്ങുമ്പോൾ മുതൽ അങ്ങോട്ട് പിന്നെ അവസാനം ടൈലൻഡ് വരെ നല്ല ഹിലേറിയസ് ആയിട്ട് ചിരിക്കാനുള്ളൊരു പരിപാടിയാണ്. ഫസ്റ്റ് ഹാഫിൽ ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ സ്ലോ പേസിലാണ് ഈ ഇതിൻ്റെ ക്യാരക്ടറുകളൊക്കെ ഒന്ന് ഡിഫൈൻ ചെയ്ത് വരാനൊരു സമയം എടുക്കുന്നുണ്ട്. അത് സത്യമാട്ടോ, അങ്ങനെ ഒരു അഭിപ്രായം. ഇത് കേട്ടല്ലേ ചിലപ്പോൾ ഒക്കെ ഓടിക്കുന്നത്, അത് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്. പക്ഷെ സെക്കൻഡ് ഹാഫിലൊക്കെ കിടന്നാൽ പിന്നെ കണ്ടിന്യൂസ് ചിരിയാണ്. അപ്പം അത് നമ്മൾ അവിടെ ചെന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ആൾക്കാരെ ചിരി കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെയും തിയേറ്ററിലേക്ക് പോകണം. അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ ആളുകൾ പടം കണ്ടിട്ട് നെറ്റി വിളിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ രണ്ടാമതൊരു തിയേറ്ററിലേക്ക് നമുക്ക് ചെല്ലാതെ തോന്നില്ല. ഞങ്ങൾക്കിപ്പോൾ എവിടെയൊക്കെ പോയി, ഇപ്പം ഇന്നലെ മലബാർ സൈഡിലൊക്കെ പോയി. അപ്പം അന്ന് റിലീസിൻ്റെ തലേ ദിവസം മാത്രമല്ല ഞാൻ ഉറങ്ങാത്തത്. പിറ്റേ ദിവസം ഞാൻ ഓർത്താ പടം നല്ല അഭിപ്രായം വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് സമാധാനമായിട്ട് ഉറങ്ങാം. അപ്പം നമുക്ക് കോഴിക്കോട് പോകണം, അവിടെ നല്ല ആള് കയറുന്നുണ്ട്. അപ്പം നല്ല ഇപ്പോൾ ക്രൗഡുള്ള സ്ഥലത്തിരുന്ന് ഒരു കോമഡി പടം കാണുക എന്ന് പറഞ്ഞാൽ അതിൽ പല സന്തോഷം വേറെ ഇല്ല. സത്യം. അപ്പം ആള് കുറഞ്ഞ ചിരിയുടെ അളവും കുറയും, അതിനൊരു സിനർജിയും കൂടി വർക്കാവും. ഇപ്പോൾ ക്രൗഡായിട്ടിരുന്ന് കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ ചെറിയ തമാശക്ക് പോലും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ചിരി കിട്ടുമ്പോൾ അടുത്ത തമാശക്ക് കൂടുതൽ ആൾക്കാർ ചിരിക്കും. അതൊരു പ്രത്യേക, അതാണ് അതിൻ്റെ ഒരു ശാസ്ത്രം. അതെ. ഇപ്പം നിങ്ങൾ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ഇപ്പം നേരിട്ട് ചോദിക്കാം, അടുത്തത് എന്താണ്, എന്ന് വരും നിങ്ങളുടെ ഒരു പടം? ഒറ്റ അറിയാം, ഒന്നുമില്ല, ഒരു പ്ലാനില്ല. ഇല്ല, അറിയില്ല. സീരിയസ്ലി അത്രയ്ക്ക് അങ്ങനെ അഭിനയിക്കാൻ അങ്ങനെ പോവാണോ? അങ്ങനല്ല, അതാ ഞാൻ പറഞ്ഞത്. അത് ഒന്ന് ഓണായി വരാൻ എല്ലാം സെറ്റാവാൻ കുറച്ച് സമയം എടുക്കും. നിലവിൽ സ്ക്രിപ്റ്റ് കംപ്ലീറ്റഡ് ആയിട്ടൊക്കെ ഇരിപ്പുണ്ട്, നമ്മളിങ്ങനെ സംസാരിച്ചിട്ടൊക്കെ നിൽക്കുവാണ്. അപ്പം അത് സംസാരിച്ചേക്കുന്ന ആൾക്കാരും ഭയങ്കര തിരക്കുള്ള ആൾക്കാരാണ്. അത് പറയൂല, ഇല്ല. അത് പിന്നെ ഇതേപോലെയാണ്. നേരത്തെ പറഞ്ഞു വെച്ചേക്കുന്ന ആരെങ്കിലും ഉണ്ട് ഇപ്പൊ നേരത്തെ മെൻഷൻ ചെയ്ത്? അല്ല, ഇതായി കഴിഞ്ഞാൽ അപ്പം തന്നെ പറയുമല്ലോ. എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പറയാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇല്ല. അപ്പം ഒറ്റ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രശ്നമുണ്ട് ഇപ്പം വരുന്ന പ്രോജക്റ്റുകൾ എന്തൊക്കെ ആയിക്കോട്ടെ, ഭീഷ്മർ വരുന്നുണ്ട്, ബാക്കിയുള്ള സിനിമകൾ എന്തോ ആയിക്കോട്ടെ, അതിനെല്ലാത്തിനും ആശംസകൾ. പക്ഷേ നമ്മൾ നിലവിൽ നിൽക്കുന്ന ഒരു പൊസിഷനിൽ നിന്ന് ഇപ്പം ഈ പടം നിങ്ങളുടെ ഒരു കോമ്പിനേഷനിൽ വരുന്ന രണ്ടാമത്തെ സിനിമ എന്നുള്ള രീതിയിൽ നിങ്ങൾ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനത് വീണ്ടും പറയുന്നത്. നിങ്ങൾ എഴുതിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഒരു കോമ്പിനേഷനിൽ റീയുണൈറ്റിംഗ് എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ. ലാസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് ഞാൻ ഒറ്റ കാര്യം ചോദിക്കാം, നാദർഷിക്ക ഈ പടത്തിൻ്റെ ലാസ്റ്റ് ഷോട്ട് കഴിഞ്ഞിട്ട് എന്താണ് ചേട്ടനോട് പറഞ്ഞത്? ലാസ്റ്റ് ഷോട്ട് കഴിഞ്ഞിട്ട് പുള്ളി ഓബ്വിയസ്ലി കെട്ടിപ്പിടിച്ച് ഞങ്ങൾ ടാറ്റയൊക്കെ പറഞ്ഞു പോയി. ഇതിൻ്റെ ഫൈനൽ മിക്സ് കഴിഞ്ഞിട്ടാണ് തുടക്കം മുതൽ അവസാനം വരെ ഒന്നും ബ്രേക്ക് ചെയ്യാതെ ഫുള്ള് എന്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടോ കുഴപ്പമുണ്ടോ എന്നൊക്കെ വാച്ച് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ക്രൂഷ്യലി വാച്ച് ചെയ്തിരുന്നിരുന്ന്. അപ്പോൾ അത്രയും സൂക്ഷിച്ചിരുന്ന് കണ്ടുകൊണ്ടാണോന്ന് അറിയില്ല, മൊത്തം കെട്ടി കഴിയുമ്പോഴത്തേക്ക് നീ അസലായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടോ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ തന്ന്. അപ്പോൾ കട്ടപ്പനയിൽ കിട്ടിയില്ല അത്? കട്ടപ്പനയിൽ അത് കിട്ടി? കട്ടപ്പനയിൽ ഇല്ല ഇല്ല അതില്ല. കിട്ടിയല്ലേ? മാജിക് മഷ്റൂമിൽ അത് കിട്ടി. മീൻസ് പുള്ളി പറഞ്ഞ റിയാക്ഷനുകളെ കുറിച്ചൊക്കെ ഇതൊന്നും ഷൂട്ടിങ്ങിലൊന്നും സംസാരിച്ചിട്ടില്ല. ഷൂട്ടിങ്ങിലൊക്കെ പുള്ളി അത് ഓക്കെ എന്ന് പറയുന്നു, ഓക്കെ അടുത്തെടുക്കാന്നൊക്കെ പറഞ്ഞാൽ അത് അത്രയൊക്കെ ഉള്ളൂ. അത് കട്ടപ്പനയിലും അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അതൊന്ന് റീടേക്ക് പോയാലോ ഇക്കാന്ന് ഞാനൊരു സ്ഥലത്ത് ചോദിച്ചു. ഈ കട്ടപ്പനയുടെ ഒരു ഓർമ്മ ഞാൻ പറയാം കേട്ടോ. ഈ മറ്റേ ധർമ്മേട്ടൻ വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയൂടാ, എന്താ ചാവാൻ പോയപ്പോൾ എന്നെ വിളിക്കാന്ന് പറയുമ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ നീ വരുമെന്ന് അറിയാവുന്നതുകൊണ്ടാന്ന് പറയുന്ന ഒരു സാധനം. അപ്പോൾ ഞാനത് മോണിറ്ററിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അതൊന്നും കൂടി എടുത്താലാന്ന് വെച്ചാൽ വേണ്ട അത് ഉഗ്രനാണ്, അതിന് മാറ്റിയെടുക്കലാന്ന് പറഞ്ഞു. അപ്പം മാറ്റിയെടുക്കാനെ കുറിച്ച് പറഞ്ഞപ്പോഴേ പുള്ളി അത് ഉഗ്ര അത് പറയണം, മനസ്സിലായോ? അതിന് മുമ്പ് ഓക്കെ പറഞ്ഞാൽ അടുത്തത് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഓർത്ത് ഇത് നന്നായിട്ടില്ല, എന്നാൽ ഒന്നും കൂടി എടുത്താലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇക്കടുത്ത് ഒന്നും ചോദിച്ചു അതൊന്നും കൂടി എടുത്താൽ
അത് ഉഗ്രനാണ്. അപ്പോൾ ഇക്ക ഓക്കെ പറയണമെങ്കിൽ അത് ഉഗ്രനാണെന്നാണ് അതിൻ്റെ ആ അർത്ഥം പുള്ളിക്ക് ഇഷ്ടമായിട്ടാണ് പറഞ്ഞേക്കണത്. പറഞ്ഞേക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു പോയിട്ടുള്ളൂ. പിന്നീട് അതേപോലെ മാജിക് മഷ്റൂമിൽ ഇങ്ങനെയൊക്കെ ഷൂട്ട് കഴിഞ്ഞ് അങ്ങ് പോയി. പക്ഷെ ഇതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു മൊമെൻ്റാണ്. മിക്സ് കഴിഞ്ഞിട്ട് നീ അസലായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, ആ ചെറിയ നോട്ടത്തിൽ വന്ന ചെറിയ സാധനമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് കൃതാർത്ഥനായി. നേരിക്കൊണ്ട് ഞാനുള്ള ദിലീപേട്ടൻ പറയത്തില്ലേ, ഞാൻ തന്നെ കുറച്ച് നേരം എഴുന്നേറ്റ് നിന്ന് എന്നോട് എനിക്ക് ബഹുമാനം തോന്നിയത്. എന്തായാലും ആ ബഹുമാനം പ്രേക്ഷകർ തിയേറ്ററിൽ നിന്ന് കാണിക്കുന്നുണ്ട് വിഷ്ണുവിനോടും ഹോൾ ടീമിനോടും. എന്തായാലും താങ്ക് യു സോ മച്ച്. നിങ്ങൾ ആ സക്സസിൻ്റെ ഒരു വേവിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ വന്നതിന്, സംസാരിച്ചതിന്, അടുത്ത പ്രോജക്റ്റുകൾക്ക് എല്ലാത്തിനും ഒരുപാട് താങ്ക് യു. ആൻഡ് ഇനി കാണാൻ പോകുന്ന ഓഡിയൻസിനോടും എന്താണ് ജസ്റ്റ് തീർച്ചയായിട്ടും എല്ലാവരും പോയി കാണണം. അതിനുവേണ്ടിയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അതെ അതെ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റണ ഒരു സിനിമയാണ്. നല്ലൊരു ലവ് സ്റ്റോറിയാണ്, ഒപ്പം നല്ല കുറേ തമാശകളുണ്ട്. ഹാപ്പി ആയിട്ട് ഇറങ്ങാം തിയേറ്ററിൽ പോയ ഫാമിലി ആയിട്ട്. അത് തന്നെയാണ്. അപ്പം അങ്ങനെ ഹാപ്പി ആയിട്ട് ചിരിച്ചുകൊണ്ട് ഇറങ്ങുക എന്നത് തന്നെയാണ് ഇവർ നൽകുന്ന വാഗ്ദാനം. കട്ടപ്പന എന്താണോ നിങ്ങൾക്ക് തന്നത് അതേപോലെ ഒരു ഹ്യൂമർ മീറ്ററിൽ ഒരു ഫാൻറ്റസി കഥയും കൂടെ സംസാരിക്കുന്നതാണ് മാജിക് മഷ്റൂം. സോ തിയേറ്ററിൽ പോയി കാണുക. ആൻഡ് താങ്ക് യു വിഷ്ണു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.